അപ്പോൾ നമ്മൾ വീണ്ടും വന്നിടത്തോട് തന്നെ തിരിച്ചു പോവാണേ. ഇത്തവണ ഷാർജയ്ക്ക് തന്നെയാണ്, ഒമാൻ എയറാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ കൊച്ചി ടു മസ്കറ്റ്, മസ്കറ്റ് ടു ദുബായ്, അങ്ങനെയാണ് ഇത്തവണത്തെ പോക്ക്. അപ്പോൾ ഇത്തവണ ഞാനും എൻ്റെ അനിയനും പാച്ചക്കൂട്ടനും എല്ലാവരും കൂടാണ് പോയെ. അമ്മയും അച്ഛനും നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൽ ഫുൾ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എടുത്തു വെച്ച വീഡിയോസ് മാത്രം ഒന്ന് കാണിച്ചു തരാവേ. Pachu, 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 hi. Hi. Pachu, എന്നിട്ട് വാ, വാ, എന്നിട്ട് വാ. ഏയ്, ഓ, എന്നിട്ട്, Pachu, എനിക്ക്, Pachu, Pachu, ഇതാ, എനിക്ക്, അമ്മ പോണേ, നോ, അമ്മ പോണേ. എഴുതിട്ട് വാ, എണീറ്റ് വാ, എഴുതിട്ട് വാ, അമ്മ പോറ്റാ എന്നാ പാ എഴുന്നേക്ക്. മസ്കറ്റിൽ ഏതാണ്ട് 3-4 മണിക്കൂറോളം ലേ ഓവർ ഉണ്ടായിരുന്നു. ആ ലേ ഓവർ സമയത്ത് പച്ചക്കൊട്ടൻ ഒരുമാതിരി തിരക്കേടുള്ളത് എന്നെ അവനെയും വട്ടം കറക്കുന്നുണ്ടായിരുന്നു. അവൻ ഈ ഇടയായിട്ട് ഇച്ചിരി നടക്കാനോട് തുടങ്ങിയോണ്ട് പുള്ളിക്കാരന് നടക്കുവോ എഴയോ എന്തൊക്കെയോ ചെയ്യണമായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റൊക്കെ പറഞ്ഞ സമയത്തിനൊക്കെ തന്നെ എടുത്തു. പറഞ്ഞ സമയത്തിനെല്ലാം ഗേറ്റൊക്കെ ഓപ്പൺ ആവുകയൊക്കെ ചെയ്തായിരുന്നു. പറഞ്ഞതിന് നേരത്തെ നമ്മൾ ലാൻഡ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്തവണയും ദുബായ് എയർപോർട്ടിലാണ് വന്ന് ലാൻഡ് ചെയ്തത്. കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ദുബായ് ആയിരുന്നു. ഷാർജയ്ക്ക് ഫ്ലൈറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇത്തവണ വീണ്ടും ദുബായിൽ തന്നെ വന്ന് ലാൻഡ് ചെയ്തു. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പാച്ചുവിനെ കൂടെ നമ്മളൊന്ന് നടക്കാനൊക്കെ പോയതാണ്. കാരണം അവന് ഈ പറഞ്ഞ പോലെ പുറത്ത് നല്ല സുഖമായിട്ട് എല്ലാവരുടെയും കൂടെ നല്ല അടിച്ച് പൊളിച്ചൊക്കെ നിന്നിടത്തുനിന്ന് പെട്ടെന്ന് റൂമിലോട്ട് മാറുമ്പോൾ അവനും ആകെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അവനെയും കൊണ്ട് നടക്കാനൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ബൈ ബൈ.